ശ്രീ കുറുക്കോളി മൈദീൻ. സർ, സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള സന്തോഷം ചെറുതല്ല. ജനങ്ങൾക്ക് വേണ്ടി താങ്കളെയും സർക്കാരിനെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോയ കാലങ്ങളിൽ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുകയും മദ്യശാലകൾ തുറക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 29 മദ്യഷാപ്പുകൾ ഉണ്ടായിരുന്നത് അതിൻ്റെ 300 ഇരട്ടിയോളം 30 ഇരട്ടിയോളം പെരുകിയ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. മദ്യത്തിൻ്റെ ഉപയോഗം അത്ര കണ്ട് ഇവിടെ വർദ്ധിച്ചു വന്നു എന്നാണ് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അളവ് ചുരുക്കിക്കൊണ്ടുവരാൻ മറ്റെന്ത് ഇടപെടലുകളൊക്കെയാണ് സർക്കാർ നടത്താൻ ആഗ്രഹിക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഇത് നമുക്കറിയാമല്ലോ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനം കുറച്ചുകൊണ്ടുവരാൻ ഗവൺമെൻറ് പല നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അത് ഘട്ടം ഘട്ടമായി ഇത് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് UDF ഗവൺമെൻറ് ഏത് കാലത്തും എടുത്തിരിക്കുന്ന ഒരു സമീപനം. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നം ഇപ്പം മദ്യമല്ല സാർ പ്രശ്നം, മയക്കുമരുന്നാണ് പ്രശ്നം. ഇന്ന് കോളേജ് ഹോസ്റ്റലുകളിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, ഞാൻ ഈ പറയുന്നതിൽ വിഷമമുണ്ട്, പെൺകുട്ടികളടക്കമുള്ളവർ ഇത് ഉപയോഗിക്കുന്നു. പല സ്ഥലത്ത് കുട്ടികൾ, ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. അത് വലിയ പ്രശ്നമാണ്. അത് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ബാഗ് അധ്യാപകർക്ക് പരിശോധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയാണോ സാർ? ഈ കുട്ടികളുടെ ബാഗുകളിലൊക്കെ നിരോധന പുകയില ഉൽപ്പന്നങ്ങൾ ഇടുകയാണ്. അധ്യാപകർക്ക് ഇത് പരിശോധിക്കാൻ പോലുള്ള അവകാശമില്ല എന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് സാർ. അതുകൊണ്ട് ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാൻ വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ, ഇത് വലിയ അവർ വളരെ ബുദ്ധിപരമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിന് പിടിക്കാൻ പോലും കഴിയാത്ത തരയിൽ ആസൂത്രിതവും ബുദ്ധിപൂർവമായ നിലയിലാണ് ഈ പ്രവർത്തനങ്ങൾ. ഇത് ഇൻ്റർനാഷണൽ മാഫിയാണ്. അവർ കേരളത്തെ വിഴുങ്ങാൻ കാത്തിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ മുന്നേറ്റം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നടത്തണം.